ഹലോ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം നമുക്കിന്ന് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചീരപ്പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്ക് നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് തോരൻ പരിപ്പ് കഴുകി ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി ഒന്ന് മുറിച്ച് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവേ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഈ തോരൻ പരിപ്പ് ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരുന്ന സമയം നമുക്കിതിനായിട്ട് ഒരു അരപ്പിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 വെളുത്തുള്ളിയാണ് കേട്ടോ, വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് അരഞ്ഞ് കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി തോരൻ പരിപ്പെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും, ഞാനൊരു ചട്ടിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാനും പാകത്തിന് എളുപ്പത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഒഴിച്ചത്. നമുക്ക് കുക്കറിൽ തന്നെ വെക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണത്തക്ക വണ്ണം ഒന്ന് ഒഴിച്ച് മാറ്റിയെന്നേ ഉള്ളേ. ഇനി നമുക്കിതിലേക്ക് ചീര, ചുവന്ന ചീര കേട്ടോ, പച്ചച്ചീരയല്ല ചുവന്ന ചീര. പച്ചച്ചീര ആയാലും ചുവന്ന ചീര ആയാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പച്ചച്ചീരയല്ല ചുവന്ന ചീരയാണ്. അപ്പോൾ അത് ഒരു 2 പിടി അതും കൂടെ അരിഞ്ഞ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചീര വേവാൻ അധികം സമയമൊന്നും വേണ്ട, നിങ്ങൾക്കറിയാമല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടട്ടെ. ചീര എല്ലാം നന്നായിട്ട് വെന്ത് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചീരയൊക്കെ നന്നായിട്ട് വെന്ത് ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ചീര ചുവന്ന ചീര ആയതുകൊണ്ടാണ് അത് ഈ ഒരു കളറായത് കേട്ടോ. അപ്പോൾ അല്ലാതെ ഞാൻ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല, നിങ്ങൾ കാണാതെ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഉണ്ടോയെന്നൊക്കെ നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഇനി ഇത് അധികം നമുക്ക് തിളപ്പിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറന്നു പോകരുതേ. അപ്പം നമ്മളെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഒരു താളിപ്പിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇതിനു മുമ്പ് നിങ്ങൾ ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടില്ലെങ്കിൽ ഇനി ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വരട്ടെ കേട്ടോ. പൊട്ടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളക് മുറിച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എന്താ, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതങ്ങ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ അടിപൊളി ചീരപ്പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ ഇതിന് തോരൻ പരിപ്പെന്നും പറയും, സാമ്പാർ പരിപ്പെന്നൊക്കെ പറയും. എല്ലായിടത്തും അങ്ങനെയാണെന്ന് അറിയില്ല, ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഏത് പരിപ്പാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വേണ്ട. അപ്പോൾ ഓക്കെ.